പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ ആ കരുതലിനായി, ദൈവത്തിന്റെ പരിപാലനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ, ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ കരം പിടിച്ച് നടത്തിയ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചവർക്ക് മൗനമായി ഇരിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. സമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് പകലിലും നമ്മെ താങ്ങി നടത്തിയെങ്കിൽ, നമ്മെ അത്ഭുതകരമായി അതിശയകരമായി സൂക്ഷിച്ചെങ്കിൽ, ഓ നന്ദിയോട് ആദരങ്ങളെ തുറന്ന് ഓ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനാകേണ്ടതിനായി എല്ലാ തരങ്ങളും അല്പസമയം ആമേൻ അതെ ശബ്ദം ഉയർത്തി ഓ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കാല് കല്ലിന്മേൽ തട്ടാതെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ പ്രാണനെ മരണത്തിൽ നിന്നോ ഓ നമ്മെ സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. എത്രയോ പ്രിയപ്പെട്ടവർ ഈ പകൽ ലോകം വിട്ടുപോയി. എത്രയോ പേർ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നു. എത്ര പേർ നിരാശയിലായിരിക്കുന്നു. ഇന്ന് രാത്രി കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവൻ ഹല്ലേലൂയ ആമേൻ തളർന്നിരിക്കുവാൻ, അത് നിരാശപ്പെട്ടിരിക്കുവാൻ, ആമേൻ ശത്രുവായവൻ അവൻ്റെതാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ഉയരത്തിലെ ദൈവം ഇന്ന് രാത്രി സമാധാനം നൽകിയെങ്കിൽ, സന്തോഷം നൽകിയെങ്കിൽ, ആമേൻ അത് അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരപടിച്ച് ഹല്ലേലൂയ. വാഴ്ത്തകൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞാനങ്ങി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. ഈ രാത്രിയിലും അങ്ങയുടെ വചനം ആമേൻ ഞങ്ങളെ ശക്തീകരിക്കുവാൻ, ആമേൻ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ഉതകുന്നതാകയാൽ ആ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലമായി, അത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ശ്വാസമായി, ആമേൻ തകർന്നിരിക്കുന്നവർക്ക് ബലമായി മാറത്തക്ക വിധത്തിൽ, ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം ഇന്ന് രാത്രി ആവശ്യഭാരത്തോടിരിക്കുന്നവരുടെ കാതുകളിൽ കേൾക്കത്തക്ക വിധത്തിൽ കർത്താവേ ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ ലൈവിലൂടെ ആമേൻ പ്രഘോഷിക്കുമ്പോൾ ആമേൻ അത് വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെടുമല്ലോ. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഓ ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുകയാണ്. നിങ്ങൾ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിച്ചല്ലോ. എന്റെ ദൈവത്താൽ ഞാൻ മതി പാടിക്കടക്കും ഇന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവ പ്രവർത്തിക്ക് തടസ്സമായി, ദൈവിക നന്മകൾക്ക് തടസ്സമായി, ദൈവിക അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമമാകയാൽ ആ നാമത്തെ ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ കർത്താവിനെ കൃപ നൽകിയാൽ കുടുംബമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ സമയം ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയിലായിരിക്കുന്നവർ ഉയർച്ച പ്രാപിക്കട്ടെ, ജോലി മേഖലയിലായിരിക്കുന്നവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ശാരീരികമായ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ച ഉണ്ടാകട്ടെ, ആമേൻ കുടുംബ പശ്ചാത്തലത്തിൽ ഓ സ്വസ്ഥത പ്രാപിക്കട്ടെ, ആമേൻ അത് മുൻപോട്ട് വിടുകയിൽ നിന്ന് വാദിച്ചു നിൽക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ തകർന്നു പോകട്ടെ. ഇന്ന് രാത്രി ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറുവാൻ സമർപ്പിക്കപ്പെടുന്നവർ ആദ്യം ഇന്ന് രാത്രി വിടുതലോടെ എഴുന്നേൽക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കട്ടെ. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടെ ഒരുക്കണം, മഹത്വം അവിടെ
അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഒരുപക്ഷെ ചോദിക്കും, ഞങ്ങൾ വീട്ടിലിരുന്ന് ചിരിച്ച ആമേൻ ദൈവദാസൻ എങ്ങനെയാ കാണുന്നത്? ഹല്ലേലൂയ. ആമേൻ. ചിരിച്ചോണ്ട് സ്തോത്രം പറയുന്നവരെ ആമേൻ ചിരിച്ചോണ്ട് അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ചിരിക്കുക എന്ന് പറഞ്ഞ സന്തോഷം, അത് സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ചിലരെ വല്ലതും ഒക്കെ കൊടുക്കുമ്പോ എങ്ങനെയാ, എന്നാ ഇതുകൊണ്ട് പോയി അല്ലേ? ആമേൻ. നമ്മുടെ ദൈവം അങ്ങനെയല്ല. ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെയാ. ഇന്ന് രാത്രി കൈയടിക്കുന്നെങ്കിൽ അത് സന്തോഷത്തോടെ ആകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് സന്തോഷത്തോടെ ആകട്ടെ. ആമേൻ. ലൈക്ക് ഇടുന്നെങ്കിൽ അത് സന്തോഷത്തോടെ ആകട്ടെ. കമന്റ് ഇടുന്നെങ്കിൽ അത് സന്തോഷത്തോടെ ആകട്ടെ. ആമേൻ. ഇന്ന് പകല് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ദൈവം അനുവദിച്ചെങ്കിൽ അത് പിറുപിറുപ്പോടാകാതെ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടയായി തീർന്നവർ കരമടിച്ച് കർത്താവിന് മകത്വം കൊടുത്താട്ട് അടുക്കളയിൽ കയറിയപ്പോൾ ചിലർ പെറുപെറുത്തു. ഹല്ലേലൂയ. ആമേൻ. തുണി കഴുകാൻ കയറിയപ്പോൾ ചിലർ പെറുപെറുത്തു. ആമേൻ. അതെ പൂര അടിച്ചു വാരിയപ്പോൾ ചിലർ പെറുപെറുത്തു. ആമേൻ. അങ്ങനെ പിറുപിറുക്കുന്നവർക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ. ആമേൻ. പിറുപിറുപ്പ് കൂടാതെ സ്തോത്രത്തോടെ ആമേൻ ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ അത് സമർപ്പിക്കപ്പെടുന്നവർ ഉയർച്ച പ്രാപിക്കും. ആമേൻ. സന്തോഷമുള്ളവർ, മനസ്സിലായവർ മാത്രം ഒരാമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ പറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെ ഇഷ്ടമല്ല, ആമേൻ സ്വർഗത്തിലെ ഇഷ്ടം. ഹല്ലേലൂയ. പിതാവേ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ ഈ പ്രാരംഭത്തിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ പിതാവേ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണം, അവിടുത്തെ ഇഷ്ടം എന്റെ കുഞ്ഞുങ്ങളിൽ അവിടുത്തെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാക്കളുണ്ട്, എത്ര പിതാക്കളുണ്ട്, ആമേൻ. എത്ര ഭാര്യമാരുണ്ട് എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ അവൻ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. എത്ര ഭാര്യമാരുണ്ട്, ആമേൻ. എത്ര ഭർത്താക്കന്മാരുണ്ട്, ആമേൻ. ഹല്ലേലൂയ. എത്ര കുഞ്ഞുങ്ങളുണ്ട്, എത്ര മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ നമ്മുടെ രാജ്യത്ത് ദൈവത്തിന്റെ ഇഷ്ടം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? നിന്റെ കണ്ണുകൾ കൊണ്ടത് കാണാൻ പോകുകയാ. ഹല്ലേലൂയ. നീ അത് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുകയാ. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അത് നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം അത് നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ആഗ്രഹത്തെ സ്വർഗം അത് സഫലീകരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാളുകളായി ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരും ദുഃഖവും നിരാശയും തളം കെട്ടി നിൽക്കുകയാണ്. അതേ മാതാവേ നിന്നോട് തന്നെയാ പറയുന്നത്. ആമേൻ. നിന്റെ വീട്ടിനകത്ത് ആമേൻ ദൈവത്തിന്റെ അത് ഇഷ്ടം നിറവേറാൻ പോകുകയാ. ആമേൻ പറഞ്ഞ് കരമടിച്ച് ഇന്ന് രാത്രി ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. സ്വർഗീയ പിതാവേ നിന്തിരുഹിത സ്വർഗത്തിലെ പോലെ ഓ സ്വർഗീയ പിതാവേ നിന്തിരുഹിത സ്വർഗത്തിലെ പോലെ ഇംഗിതം ചെയ്തോന നിൻസുതനെ പോലെ ഇംഗിതം ചെയ്തോന നിൻസുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ ഇംഗിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ ഇംഗിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ
ജീവനുള്ള കൈയിലിരിക്കയാ അവരാരുമില്ലേക്ക് ഞാനവരുള്ള കൈയിലിരിക്കുക ദോഷം ചെയ്യുക എനിക്ക് വാങ്ങു തന്നിലമണെന്ന് ഞാനറിയുന്നു ഓ തന്നിലമണെന്ന് ഞാനറിയുന്നു ദൈവമേ നിന്നെ ഞാനിന്ന്
ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഇഷ്ടം വേണ്ട, അവിടുത്തെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണം. നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അമിനിലു രോഗത്തിന് അനുരൂപമാകാതെ ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന്, ആമേൻ, എനിക്ക് ശക്തി നൽകണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. ലോകം അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അനേകര് ലോകത്തിന്റെ മോഹങ്ങൾ ചെയ്ത് ആമേൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നശ്വരമാകുന്ന ലോകത്ത് നാം പാടിയതുപോലെ എന്റെ പിതാവേ, എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഹല്ലേലൂയ, എന്റെ ഭാവിയെ കുറിച്ച്, ഹല്ലേലൂയ, എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച്, ഹല്ലേലൂയ, കർത്താവേ, എന്റെ ഇഷ്ടമല്ല. അവിടുത്തെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നിത്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും ഇടപെടുകാതെ കണ്ട്, പ്രിയമുള്ളവരെ, ദൈവഹിതം, ദൈവഹിതം, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് ഇന്ന് രാത്രി പ്രാരംഭത്തിൽ എത്ര പേർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ ആയിരിക്കുന്നവർ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം കഴിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ഉയരത്തിലെ ദൈവം ഇന്ന് രാത്രി അവന്റെ വചനത്തിലൂടെ എന്നോട് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ, എന്റെ തലമുറയോട് ഇടപെടുന്നുവെന്ന് വിശ്വസിക്കുന്നവർ, എന്റെ കൂടപ്പിറപ്പിനോട്, എന്റെ ജീവിത പങ്കാളിയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇഷ്ടമൊന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി അതെ എന്നോട്, എന്റെ കൂടപ്പിറപ്പിനോട്, എന്റെ തലമുറയോട്, ഹല്ലേലൂയ, എന്റെ രാജ്യത്തോട് ഇടപെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതേ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ കർത്താവിനെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിലൂടെ ആമേൻ ശുശ്രൂഷിക്കുവാൻ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്കായി ആമേൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ ആമേൻ 58-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യം. സത്യ വേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ 66 പുസ്തകം. ആമേൻ. സത്യവേദ പുസ്തകത്തിനകത്ത് പഴയ നിയമവും പുതിയ നിയമവും, അതിൽ പുതിയ നിയമത്തിലെ ആമേൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 58-ാം വാക്യം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്താൽ ആമേൻ പിടിക്കപ്പെട്ട് ദൈവമൈതലായി ജീവിക്കുവാൻ കൃപ ലഭിച്ചപ്പോൾ ആമേൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി താൻ ജീവിച്ച, താൻ സഞ്ചരിച്ച ജീവിതയാത്രയിൽ താൻ കണ്ടുമുട്ടിയ എല്ലാവരോടും സുവിശേഷം പങ്കുവെക്കുവാനിടയായി. അങ്ങനെ ദൈവസഭ സ്ഥാപിക്കുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച അനുഗ്രഹീതനായ പ്രഭാഷകൻ, അനുഗ്രഹീതനായ ലേഖകൻ, അനുഗ്രഹീതനായ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്ത ആമേൻ അഭിഷക്തൻ, ആമേൻ സകലവിധ കൃപകളും ജ്വലിച്ചു നിൽക്കുന്ന കൊരിന്തിലെ സഭയ്ക്ക് 1-ാം ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 15-ാം അധ്യായം 58-ാം വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി താങ്കളോട് ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി കൊണ്ടിരിക്കുന്ന ഏവരോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവം ഇടപെടുകയാണ്. വായിക്കാം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ,
നിങ്ങൾ ഉറപ്പുള്ളവരോ അത് സ്ട്രോങ് ആയി നിൽക്കുവാൻ കഴിയാതെ, ഉറയ്ക്കുവാൻ കഴിയാതെ, ആമേൻ, മതിലേലിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാറ്റടിക്കുമ്പോൾ വീഴാൻ സാധ്യതയുള്ള, ആമേൻ, അതെ, ആമേൻ, അനുഭവത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പുള്ളവരായി മാറട്ടെ, സ്ട്രോങ് ആയി മാറട്ടെ. ഉറപ്പുള്ളവർ, ഉറപ്പും ധൈര്യവും പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. ആമേൻ, നിന്റെ മുമ്പിലുള്ള വിഷയത്തിന്റെ മുമ്പിൽ നീ പതറണ്ടെന്ന്, നീ തളരണ്ടെന്ന്, ആമേൻ, നീ ക്ഷീണിക്കണ്ടെന്ന്. ആമേൻ, അടിസ്ഥാനം അത് പാറയിലാണെങ്കിൽ വൻമഴ ചൊരിഞ്ഞാലും അത് നിലം പരിചയാകത്തില്ലെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവജന പ്രതികൂലങ്ങൾ കണ്ട് ആമേൻ പതറേണ്ടവരല്ല, കുലുങ്ങേണ്ടവരല്ല. ഇന്ന് രാത്രി കുലുങ്ങിപ്പോകത്തക്ക വിധത്തിലുള്ള വെല്ലുവിളിയുടെ നടുവിലൂടെ, തീച്ചുളയുടെ നടുവിലൂടെ, പെരുവെള്ളത്തിന്റെ നടുവിലൂടെ അത് കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അത് എന്റെ പ്രിയ സഹോദരന്മാരെ, എങ്ങനെയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ സഹോദരന്മാരായി ദൈവസഭയിൽ അംഗങ്ങൾ മാറിയത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത ആ സ്വർഗത്തിന്റെ അധികാര പരിധിയിലായിരിക്കുന്ന ദൈവമക്കളെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ഹല്ലേലൂയ, അതെ, ഈ ലോകത്തിൽ ആമേൻ രക്തബന്ധങ്ങൾ, ആമേൻ, പലരും തല്ലി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ നിലവാരങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ മാതാപിതാക്കൾക്ക് ആമേൻ ജനിച്ചു വളർത്തപ്പെട്ട അതേ മനുഷ്യരെ ഒരപ്പന്റെ മക്കൾ എന്നതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആമേൻ ഉയരത്തിലെ ദൈവം ഉലകത്തിൽ അയച്ച യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ ജാതിഭേദമന്യേ, അതെ, വർണ്ണഭേദമന്യേ, കളറിന്റെ അടിസ്ഥാനത്തിലോ കുലത്തിന്റെ അടിസ്ഥാനത്തിലോ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലോ പണത്തിന്റെ മൂല്യത്തിലോ മാറ്റി നിർത്താതെ അത് ഏകനാൽ വിശ്വസിച്ച് ജീവൻ രക്ഷയ്ക്കായി അതെ വായി കൊണ്ട് അതെ ഹൃദയം കൊണ്ട് രക്ഷകനെ വിശ്വസിച്ച് സ്വീകരിച്ച ദൈവമക്കൾ ഒരപ്പത്തിന്റെ അംശയായി, ഒരു ശരീരത്തിന്റെ അവയവമായി, ദൈവസഭയായി ഒന്നിച്ചു ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി അതിരുകൾ വെട്ടട്ടെ, വരപ്പുകൾ വെട്ടട്ടെ. അതെ, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് അത് ഡിവിഷൻ തകരട്ടെ, സ്റ്റേറ്റ് തകരട്ടെ, ഏർപ്പാടിന്റെ നടുക്കുവരുകൾ ഇടിച്ചു കളഞ്ഞ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ദൈവപുത്രനായ യേശു ക്രിസ്തു സ്ഥാപിച്ച ദൈവസഭയുടെ അതിരുകൾ തകരട്ടെ, വരമ്പുകൾ തകരട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഇഷ്ടം, ആമേൻ, നാം പാടിയില്ലേ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണ്ടേ. ഹല്ലേലൂയ. അത് ദൈവഹിതം തിരിച്ചറിഞ്ഞ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വളരും തോറും പിളരുന്ന ഗ്രൂപ്പല്ല ദൈവസഭ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. ആമേൻ. വളരും തോറും പിളരുന്ന ഗ്രൂപ്പാണ് ദൈവസഭയെന്ന് അങ്ങനെയല്ല വചനം പറയുന്നത്. ആമേൻ. വളരും തോറും ഐക്യതയിൽ എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം, എല്ലാരും വേഗമായി കൂടി സന്തോഷ. പാടാൻ എന്തൊരു രസമാ, ഹല്ലേലൂയ. കൂടാൻ എന്തൊരു സുഖമാ. പക്ഷേ അത് പാട്ടിലല്ലെന്നേ. ആമേൻ. അതേ, ജീവിതത്തിൽ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കിയ കർത്താവിന്റെ വേലക്കാരാ. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമൈതനെ നീ നിമിത്തം ഇളം തലമുറ ഹല്ലേലൂയ വഷളത്വമുള്ളവരായി വളരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ അതിരും വരമ്പും പഠിപ്പിക്കരുതെന്ന് മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് നൽകുന്നു.
ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവ വചനത്തിന്റെ വക്താക്കളായി ജീവിക്കുവാൻ തയ്യാറാകുന്നവരെ അത് കൊണ്ടുപോകുവാൻ അരുമ മണവാളന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാ. ആമേൻ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ഹല്ലേലൂയ. അത് പിതാവിന്റെ ഇഷ്ടമാണ് വേർപാടിന്റെ നടിച്ചുവരെന്തിയ ഇടിച്ചു കളയുന്നത്. ഓ, വേർവിട്ട കൂട്ടര, എന്ത് വേർവിട്ട കൂട്ടരോ, വർത്താനത്തിലും ആമേൻ ഭാഷണത്തിലും മാത്രമാ അതിലും വരമ്പ് വിടിച്ചു കളഞ്ഞ് അരുമനാഥന്റെ അത് അപ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ചവരാണെങ്കിൽ അത് നെറ്റി വിരിച്ച് അതിലൂയ ചങ്കൂറ്റത്തോടെ ഹല്ലേലൂയ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം ആമേൻ സായിപ്പിൽ നിന്നല്ല വരുന്നത്, എനിക്ക് സഹായം അതേ പ്രഭുക്കന്മാരിൽ നിന്നല്ല വരുന്നത്, എനിക്ക് സഹായം കൂട്ടുകാരിൽ നിന്നല്ല വരുന്നത്, എനിക്ക് സഹായം നാട്ടുകാരിൽ നിന്നല്ല വന്നത്, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി കലമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരാ. ഹല്ലേലൂയ. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ഇന്ന് രാത്രി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നവരെ കർത്താവുമായിട്ടുള്ള ആ ബന്ധം ദൃഢമാക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, സപ്പോർട്ട് കിട്ടിയില്ല, റിപ്പോർട്ട് കൊടുത്തില്ല. ആമേൻ. ഇനി റിപ്പോർട്ട് കൊടുത്തിട്ട് സപ്പോർട്ട് കിട്ടുന്ന ഇടം തേടി നീ പോകുന്നത് ആമേൻ നിർത്ത്. നിനക്ക് സപ്പോർട്ട് മരണം വരെയും ഉയരത്തിൽ നിന്നുണ്ടെന്ന് തിരിച്ചറിയുന്നവർ തലപടിച്ച് കർത്താവിനെ മഹത്വം കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെയാ അതേ പ്രസംഗം മുമ്പോട്ട് പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ വേലയിൽ സമൃദ്ധമാണോ? ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ വേലയിൽ സമൃദ്ധമാണോ? ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അപ്പൊ ഒരു സംശയം, ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകാൻ ആർക്കാ കൃപ ലഭിച്ചിരിക്കുന്നത്? നീ രക്ഷിക്കപ്പെട്ടതാണോ കൃപയാ? ആണെങ്കിൽ നിനക്ക് ആമേൻ ആ കൃപ ലഭിച്ചിട്ടുണ്ട്. കാരണം നിന്നെ രക്ഷിച്ച, നിന്നെ സൗഖ്യമാക്കിയ, നിനക്ക് സമാധാനം നൽകിയ, നിന്നെ വീണ്ടെടുത്ത, നിനക്ക് നിത്യതയ്ക്ക് വേണ്ടി ഉറപ്പ് നൽകിയ നിന്റെ കർത്താവിനെ കുറിച്ച് നിന്റെ തലമുറയോട് പറയുവാൻ നിനക്ക് കടപ്പാടുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടപ്പറപ്പിനോട് പറയുവാൻ നിനക്ക് കടപ്പാടുണ്ട്. അല്ലെന്ന് ഭൂമിയുടെ അറ്റത്തോളം പോകുവാനുള്ള വിളി നിനക്കൊണ്ടെന്ന് ഒതുങ്ങിപ്പോകരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ കൂടെ ഉണ്ടെന്ന്. ഇനി എന്താ സപ്പോർട്ട് വേണ്ടേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരാ. ഇന്ന് രാത്രി ഉറപ്പില്ലാത്തവർ ഉറപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. തീച്ചൂളയുടെ ആമേൻ കാഠിന്യത 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. കുലുങ്ങിയില്ലെന്ന്, പതറിയില്ലെന്ന്. ഹല്ലേലൂയ. കൊറോണ കാണുമ്പോൾ ഇളകുന്നതല്ല വിശ്വാസം. ഹല്ലേലൂയ. മഹാമാരി ആമേൻ കാണുമ്പോൾ പതറുന്നതല്ല വിശ്വാസം. ഹല്ലേലൂയ. അതെ, പ്രളയം കാണുമ്പോൾ ആമേൻ ഇളകുന്നതല്ല വിശ്വാസം. ഹല്ലേലൂയ. ക്ഷാമം കാണുമ്പോൾ ഇളകുന്നതല്ല വിശ്വാസം. ആമേൻ. അതെ, തീച്ചൂളയാകട്ടെ, പെരുവെള്ളമാകട്ടെ, സിംഹത്തിന്റെ ഗുഹയാകട്ടെ, കരടിയാകട്ടെ, വിശ്വാസ ആമേൻ വീരന്മാർ ഇളകിയില്ലെന്ന്. ആമേൻ. യോശുവയോട് പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും നിന്റെ നേരെ വരത്തില്ല. കാരണം ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തുണ്ട്. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. ഉറപ്പുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നിസ്സാര കാര്യം വരുമ്പോ, ഇന്ന് പകൽ ആരോ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, നമ്മുടെ മനോഹരമായ മൂക്ക് തമ്പുരാൻ വെച്ചിരിക്കുന്നത് എവിടെയാ? ഈ ചുണ്ടിന്റെ മേളിലല്ലേ? ഹല്ലേലൂയ. കൊറോണ കാലമാ. ആമേൻ. തുമ്മൽ അല്ലേ? ആമേൻ. തുമ്മാത്ത ആരോ ഉള്ളേ? തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പിന്നെ തമ്പുരാൻ ഇവിടെ വെക്കുവോ? സ്ട്രോങ് ആണെന്നേ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ അവിടെയും ഇവിടെ ഇരുന്ന് തുമ്മുമ്പം ആമേൻ തെറിക്കുന്നതല്ല വിശ്വാസം. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അവിടെയും ഇവിടെ ഇരുന്ന് കുറയ്ക്കുന്നത് കേട്ട്, അവിടെയും ഇവിടെ ഇരുന്ന് തുമ്മുന്നത് കേട്ട് അങ്ങനെ തെറിക്കുന്ന വിശ്വാസമല്ല, സ്ട്രോങ് ആയ
വിശ്വാസമാ. ഓ, ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അവനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക. നീ തകർന്നു പോകുവാൻ, നീ കുലുങ്ങി പോകുവാൻ തക്കവണ്ണം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ആമേൻ. നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ ദൈവവചന വായന ഒന്നും വ്യർത്ഥമല്ല സഹോദരി. അതെ, നീ ഒറ്റയ്ക്ക് ആമേൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, അത് വൃഥാവല്ലെന്ന്. നീ വചനം വായിക്കുന്നില്ലേ, അത് വ്യർത്ഥമല്ലെന്ന്. പാറയെ തകർക്കുന്ന ചുറ്റികയായി വെളിപ്പെടുന്ന വചനം. ഹല്ലേലൂയ. അതെ, നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റിയ വചനം. ഹല്ലേലൂയ. മരിച്ചവനെ ഉയർപ്പിക്കുന്ന ജീവന്റെ വചനം. ഹല്ലേലൂയ. നീ വായിക്കുന്നത് വൃഥാവാകില്ലെന്ന്. നീ വായിക്കുന്തോറും അതിന്റെ ആഴങ്ങളിലേക്ക് ആമേൻ ദൈവം നിന്നെ ഇറക്കി കൊണ്ടുപോയി അതിന്റെ മർമ്മങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തന്ന് ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന വൃഥാവാകത്തില്ല, നിന്റെ ഉപവാസം വ്യർത്ഥമാകത്തില്ല. അവൻ നീ സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമാകത്തില്ല. അമ്മേ, നീ ട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമാകത്തില്ല. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതേ കൈ ആമേൻ അതെ തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമാകത്തില്ല. ഇന്ന് രാത്രി വ്യർത്ഥമാക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. അവന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത അതും വ്യർത്ഥമാകത്തില്ലെന്ന്. ഇന്ന് രാത്രി കരയുന്ന മാതാവേ, നീ വെച്ച് വിളമ്പി കൊടുക്കുന്നത്, നീ ഉപവസിച്ചത്, നീ കരഞ്ഞത്, നീ പ്രാർത്ഥിച്ചത് വ്യർത്ഥമാക്കാത്ത ദൈവം ഇന്ന് രാത്രി നിന്റെയും നിന്റെ തലമുറയിൽ അനുഗ്രഹിപ്പാൻ ശക്തരായവർ അവന്റെ മുൻ സാന്നിധ്യവുമാണ്. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഇറങ്ങി വന്ന് നിന്നെ ബ്ലസ് ചെയ്യുക, നിന്നെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായി. ഹല്ലേലൂയ. അപ്പോ ഒരു വർധനവ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിൽ ഒരു വർധനവ്. അതെ, ഇന്ന് രാത്രി ആരോ പറയുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ നിന്റെ പ്രാർത്ഥന ആമേൻ ഇല്ലാതാക്കി നിന്നെ കണ്ണുനീരിൽ ദുഃഖത്തിൽ ഒരു മൂലയിൽ ഒതുക്കിയിരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി നിന്ന് വിട്ടുമാറി ആമേൻ പ്രാർത്ഥനയിൽ ഒരു വർധനവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവരുടെ സ്വർഗം കൈമാറുന്ന ഒരു രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ശൂന്യതകളെ നികത്തുന്ന ദൈവം ഇന്ന് രാത്രി സഹോദരി നീ വിശ്വസിക്കുക, സഹോദര നീ വിശ്വസിക്കുക, കൂടപ്പുറപ്പെ നീ വിശ്വസിക്കുക. ഇന്ന് രാത്രി ഒരധികാരം നിന്റെ മേലുണ്ടെന്ന് തിരിച്ചറിയുന്നെങ്കിൽ നീ വർദ്ധിച്ചു വരാൻ അത് ഉതകുന്ന ഒരാത്മാവിന്റെ അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന നിന്റെ മേൽ സ്വർഗം കൈമാറുക. ഇന്ന് രാത്രി അത് സ്വീകരിക്കുവാൻ തയ്യാറാകുക. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ഉറപ്പുള്ളവര് നിന്നെ ഉറപ്പിക്കാതെ നിന്നെ നിരാശപ്പെടുത്തി കണ്ണുനീരിലും ദുഃഖത്തിലും അതെ ശരീരമാസകലും രോഗങ്ങളും വിട്ട് ആവേ നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ വൈശാരിക മണ്ഡലങ്ങൾ എന്റെ രാത്രി ഉടഞ്ഞു മാറുക, തകർന്നു വീഴുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ അതിന് വിശ്വസിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാ. ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വാചനം അതെ നിന്നെ ഉറപ്പിക്കുന്നതാ. ആമേൻ നിന്നെ ബലപ്പെടുത്തുന്നതാ. ആമേൻ നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടെയാ നീ ക്ഷീണിച്ചിരിക്കുന്നത് അവിടെ നീ ബലം പ്രാപിക്കുകയാ. എവിടെയാ വേദന ഇന്ന് രാത്രി അതെ നീ തൊട്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ആ വേദന അപ്രത്യക്ഷമാകുക. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു ഹീലിംഗ് സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഉറപ്പുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിയുന്നവർ ആമേൻ വർദ്ധിച്ചു വരുന്ന ആമേൻ അത് ഇസഹാക്ക് വിതച്ച ആണ്ടിൽ 100 മേനി കൊയ്തെടുത്ത് ആമേൻ നിൻ വാഗ്ദത്തം ഉള്ള ഒരു ദൈവ പൈതലാണോ? നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തമുണ്ട് ഉണ്ടെങ്കിൽ നീ തൊടുന്നത് ബ്ലെസ്സിംഗ് ആകാൻ പോകുകയാ. നിന്റെ വാക്കുകൾ അനേകർക്ക് അനുഗ്രഹമാകാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായി തീരാൻ പോകുകയാ. നിന്റെ കൈ കൊണ്ട് കൊടുത്തത് അനേകർക്ക് അത് അനുഗ്രഹമായി തീരുകയാ.
ഇന്ന് രാത്രി സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തകർന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ആമേൻ. ആളുകൾ എല്ലായ്പ്പോഴും ആമേൻ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ സത്യം ഹല്ലേലൂയ ആമേൻ അത് തിരിച്ചറിയണം. ഏത് സത്യം? ഹല്ലേലൂയ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന സത്യം. ഹല്ലേലൂയ എന്താ സത്യം? ഹല്ലേലൂയ ആമേൻ ഉയർന്നു വരണമെന്ന ആഗ്രഹമുള്ളവർ ദയവായി ശ്രദ്ധിച്ചാലും റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, അവിടെ ഇവിടെ സംബോധന ചെയ്യുന്നത് സഹോദരന്മാരെ. ഇന്ന് രാത്രി ആമേൻ നമ്മൾ സഹോദരി സഹോദരന്മാരാണെന്ന് സ്കൂളിൽ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ? അതുപോലെ പറഞ്ഞു പോവുകയല്ല. ആത്മാർത്ഥതയോടെ ഈ ഭൂമിയിൽ സഹോദരരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. സഹോദരന്മാരെ, കൂടി ആമേൻ കൂട്ടുകൂടി ആമേൻ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആമേൻ എന്ന് വേണ്ട. ആമേൻ അതെ ബീച്ചിലും പാർക്കിലും ആമേൻ കൂടിയിരുന്ന് ആമേൻ അതെ വട്ടമേശ കൂടി സമയം പോക്കുന്ന ആമേൻ ഒരു പ്രവണതയല്ല. ആമേൻ സഹോദരന്മാരെ ഇന്ന് സംബോധന ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിലായിരിക്കുന്ന ദൈവ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ സഹോദരന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഒന്നിച്ചു കൂടുമ്പോൾ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ വിവിധ ആമേൻ മാതാപിതാക്കൾക്ക് വിവിധ കുടുംബത്തില് അത് ജനിച്ചു വളർന്നവര് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആമേൻ പല സ്വഭാവക്കാരാണെന്ന്. പക്ഷെ ക്രിസ്തുവിൽ ഒന്നായി പുതിയ സൃഷ്ടിയായി അവരൊന്നിച്ചു കൂടുന്നെടുത്ത് ഒരപ്പത്തിന്റെ അഭിഷികളായി അവർ ആരാധിക്കണമെന്നുള്ള സദുദ്ദേശത്തോടുകൂടെയാ സ്വർഗത്തിലെ ദൈവം സഹോദരന്മാരാകുവാൻ ആദിരാധനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മനസ്സിലായവർ മാത്രം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ സഹോദരന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ അവനെ ആരാധിക്കണം. ഹല്ലേലൂയ അവർ ഒന്നിച്ചു കൂടുന്നെടുത്ത് ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം എവിടെയാകട്ടെ, ഏത് രാജ്യത്തുമാകട്ടെ, ഈ മീഡിയയിലൂടെ ഒന്നിച്ച് നമ്മുടെ നടുവിൽ വന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാതെ ഇന്ന് ആമൻ ഡിവിഷന്റെ പേര് പറഞ്ഞ് സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞ് മാറിയിരുന്നിട്ടാ പടവലങ്ങ വിരിഞ്ഞിരിക്കുന്നത് പോലെയാ. ആമേൻ ഐക്യതയാ. എന്ത് ഐക്യത? ഇന്ന് രാത്രി അവരിൽ ഒരാളായി ഒതുങ്ങി പോകാതെ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഐക്യമായി നിന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ സമർപ്പണമുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. എങ്കിലേ മഹാമാരി മാറത്തുള്ളത്. ഹല്ലേലൂയ എങ്കിലേ ലോകത്ത് ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളത്. ഹല്ലേലൂയ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ ദൈവസഭയുടെ ആദ്യകാല അഭിഷക്തന്മാർ ഹല്ലേലൂയ ഒരുമനപ്പെട്ട് ആരാധിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ ആമേൻ സഭയുടെ പേരിൽ കലഹമുണ്ടാക്കി, ഡിനോമിനേഷന്റെ പേരിൽ കലഹമുണ്ടാക്കി, ആമേൻ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങൾ കൂട്ടിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ആമേൻ അതെ ബയലോ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ ഈ ദുഷ്ട ലോകത്ത് ദുഷ്ടൻ അനേകരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അതെ നിങ്ങളുടെ ആരാധന ഐക്യതയിലാകട്ടെ. ഹല്ലേലൂയ ആമേൻ ഉടയട്ടെ, തകരട്ടെ, ഹല്ലേലൂയ മുഴങ്ങട്ടെ, ഹല്ലേലൂയ ജയിക്കട്ടെ എന്ന് ആമേൻ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ നാഥന്റെ സഭ. ഹല്ലേലൂയ അതുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ആമേൻ അതെ അവസാന ജീവൻ പോകുന്നത് വരെ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ആമേൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മിഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇത് ഇന്ന് രാത്രി ദൈവം എന്നോടാ ഇടപെടുന്നത്. എന്താ പറയുന്നത്? ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തമാ? ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടിരുത്തും. സഹോദരന്മാർ
സഹോദരന്മാരെ, ഇവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റാഞ്ഞിട്ട് ഡിവിഷനും സ്റ്റേറ്റും ഉണ്ടാക്കി. ആമേൻ. പലതായിട്ട് അതിനും വരമ്പും ഉണ്ടാക്കി. ആമേൻ. ഇരിക്കുന്നവരെങ്ങനെ ആമേൻ ഇവിടുന്ന് പൊങ്ങും? അണികളായി ജീവിക്കാൻ അതെ കൃപ ലഭിച്ചെന്ന് പറഞ്ഞ് അണിയായി ഹല്ലേലൂയ ഇവിടുന്ന് പൊങ്ങണമെങ്കിൽ ഇവിടെ ഒരുമിച്ചിരിക്കാൻ തയ്യാറാകണം. എങ്ങനെ ഇരിക്കുന്നേ? വെച്ചിട്ടുണ്ടറാ, ഞാൻ കാണിച്ചു തരാതെ അല്ലെ? അവസരം കിട്ടിയ ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ നിറങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ വാർവാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവർ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. അല്ലാതെ നേതാവിന്റെ ഇഷ്ടത്തിലല്ല. നായകൻ ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ ആത്മാവിലെ സകല കൺവെൻഷവും ഹല്ലേലൂയ ജഡത്തിലെ ജഡ ഞാൻ ഇച്ചിരി കറുത്തതാ കേട്ടോ. അതുകൊണ്ട് എന്റെ കളറുള്ളവരോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എന്റെ ഭാര്യ ഇച്ചിരി വെളുത്തതാ. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വെളുത്ത ആളുകളോട് ഭയങ്കര താല്പര്യമാണ്. ഞങ്ങൾക്കുണ്ടായ 2 മക്കളും ഹല്ലേലൂയ ആമേൻ ഞങ്ങളെ പോലെയാ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേരോടും താല്പര്യമാണ്. ഇന്ന് രാത്രി ആമേൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായെങ്കിൽ ലോകത്തിൽ ദൈവമക്കളായിരിക്കുന്നവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവരോട് ഒരുമിച്ച് ആരാധിപ്പാൻ മനസ്സില്ലാത്ത ആരും ഇവിടുന്ന് പൊങ്ങത്തില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ സഹോദരന്മാരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ഇന്ന് രാത്രി ഒന്ന് വെടിപ്പാക്കാം. ഹല്ലേലൂയ. എന്നില് ആമേൻ ഈ കളറിന്റെ കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നൊന്ന് വെടിപ്പാക്കുന്നേ. ഹല്ലേലൂയ. പിന്നെ ഉണ്ടല്ലോ ആമേൻ ഇന്ന് രാത്രി ഒന്ന് വെടിപ്പാക്ക്. ആമേൻ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി. ആരെ ഭയക്കണം? നേതാവിനെ ഭയക്കണമെന്നല്ല, ദൈവഭയം. നേതാവായാൽ ഹല്ലേലൂയ ദൈവഹിതത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും ആമേൻ അനുസരിച്ചല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ടിട്ട് പോയി പണി നോക്കാൻ പറയാം. ആ ചങ്കൂറ്റമുള്ളവർക്ക് ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ദൈവനാമത്തിനു വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആമേൻ. ഈ ലോകത്തിൽ ആരും നമ്മെ സ്വതന്ത്രരാക്കിയില്ല. ഇന്ത്യ എന്റെ രാജ്യം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ബ്രിട്ടീഷുകാരുടെ ആ അധീനതയിൽ നിന്ന് ബാബുജി ആമേൻ അതെ നമ്മുടെ നേതാജി ആമേൻ ഇന്നേക്ക് എത്ര വർഷങ്ങൾക്കപ്പുറമാ ആമേൻ സന്ധിയില്ല സമരം നടത്തി ആമേൻ സ്വാതന്ത്ര്യം നേടി അല്ലെ? നമ്മളത് ആഘോഷിക്കാറുണ്ട്. കേവലം ഇന്ത്യക്ക് മാത്രമാണ് ആ നല്ല മനുഷ്യൻ സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ നമ്മുടെ കർത്താവ് മുഴു ലോകത്തിനും ഹല്ലേലൂയ മുഴു മാനവരാശിക്കും ആമേൻ അതെ സ്വാതന്ത്ര്യം ഏതിൽ നിന്നുള്ളത്? പാപത്തിൽ നിന്നുള്ളത്, ശാപത്തിൽ നിന്നുള്ളത്, ആമേൻ പ്രതികൂലത്തിനകത്ത് നിന്നുള്ളത് ആമേൻ നൽകിയിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച കർത്താവിനെ മകരം കൊടുക്കുക. അതുകൊണ്ട് വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിലെന്ത് ചെയ്യുക? ഉറച്ചു നിൽക്കുക. സ്നേഹിത, സഹോദര, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, ഒരു ഡിനോമിനേഷനുമല്ല, ഇന്ന് ഇവിടെ കാണുന്ന ഒരു നേതാവും അല്ല എന്നെ നിങ്ങളെയും സ്വതന്ത്രരാക്കിയത്. അവരെയൊക്കെ ഉപയോഗിച്ചു, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ അല്ലെങ്കിൽ വചനം പറയുന്നു, ആകയാൽ അതിനുറച്ചു നിൽപ്പിൻ. ഏതില്? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ നിന്നെ സ്വതന്ത്രനാക്കിയെങ്കിൽ ഹല്ലേലൂയ അവനിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ. അടിമനുഖത്തിൽ പിന്നെ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. ആമേൻ. ആമേൻ. ഇത് അവസരത്തിനൊത്ത് എടുത്ത് ആമേൻ പറഞ്ഞ് പലരും എന്ത് ചെയ്യാറുണ്ട്? അതെ, പല കാര്യവും നേടിയെടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരിൽ നിന്ന് ഒന്നും നേടാനല്ല ഞാനിത് പറയുന്നത്. ആരുടെയും അടിമയായി ഇവിടെ ആമേൻ കടക്കാൻ ദൈവം നമ്മെ ആക്കിയിട്ടില്ല. ദൈവം നമ്മെ സ്വതന്ത്രരാക്കി ക്രിസ്തുവിന്റെ ദാസനായിരിക്കുവാൻ, ദൈവ പൈതലായി ജീവിക്കുവാൻ, ദൈവവചനം എന്തു പറയുന്നുവോ അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു
ദൈവ പൈതൽ, വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാത്ത ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ആമേൻ. നിന്റെ സപ്പോർട്ട് സ്വർഗമാകട്ടെ. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായി അവന്റെ ധനത്തിനൊത്ത് തീർത്തു തരാമെന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറയ്ക്ക് കുലുങ്ങുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര ഉറപ്പോടെ ആമേൻ പറയാൻ കാരണം 6 വർഷമായി ആമേൻ ഈ പാലക്കാട് നെന്മാറയിൽ കർത്താവിന്റെ ആമേൻ നാമവുമായി നിൽക്കുന്നു. ആമേൻ. ഒരു പ്രസ്ഥാനത്തിന്റെയോ ആമേൻ ആമേൻ ഒരു വ്യക്തിയുടെയോ ആമേൻ കയ്യിൽ നിന്ന് തരാമെന്നുള്ള എഗ്രിമെന്റിലല്ല ആമേൻ ഇവിടെ സ്വർഗം നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എന്നെ നിർത്തിയിരിക്കുന്നുവെന്ന് ഉറപ്പും ധൈര്യവും പ്രാപിക്കുവാൻ ഇടയായി തീർന്നത് ഈ കഷ്ടതയാണ്. ആമേൻ. ഈ ശോധനയാണ്, ഈ പ്രതിസന്ധിയാണ്. ഇതിനകത്ത് ആമേൻ തീയുടെ ബലത്തെ കെടുത്തി പുറത്തെടുക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അനുഭവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പാപവാക്കാകുവാൻ ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് കുലങ്ങത്തക്ക വിധത്തിൽ, തളർന്നു പോകത്തക്ക വിധത്തിൽ, ക്ഷീണിച്ചു പോകത്തക്ക വിധത്തിൽ, മനസ്സ് മരവിച്ചു പോകത്തക്ക വിധത്തിൽ അനവധി നിരവധി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആമേൻ അതെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആപത്തുകൾ, കള്ളന്മാരാൽ ആമേൻ അതേ ഭീഷണി, ഉറക്കളപ്പ് ആമേൻ അങ്ങനെ വിവിധ നിലകളിലുള്ള ശോധനകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആമേൻ ഒരു നേതാവും വന്നില്ല. ആമേൻ ഒരു ഡിനോമിനേഷനും വന്നില്ല, ഒരു പ്രസ്ഥാനവും വന്നില്ല. ഉയരത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചിട്ട് ആമേൻ അവനെ വിശ്വസിക്കുന്നവരെ ആമേൻ കാര്യസ്ഥൻ വന്ന് നടത്തുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നീ മുഴങ്കാൽ മടക്കുക. നിന്റെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നീ പറയുന്നതിന് മുമ്പ് സ്വർഗം അറിഞ്ഞ് നിനക്ക് നൽകി നിന്നെ ജയത്തോടെ നടത്തുവാൻ സ്വർഗം ശക്തിയുള്ളതാണെന്ന് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കൊറോണയാണെന്ന് എന്റെ ദൈവം പറഞ്ഞില്ല. ആമേൻ. അതുകൊണ്ട് വാടക കൊടുക്കാൻ അല്ലെങ്കിൽ ആമേൻ കഴിക്കാനുള്ള വക ആമേൻ തരാൻ ആമേൻ വരുന്നില്ല എന്ന് എന്റെ ദൈവം പറഞ്ഞില്ല. ആമേൻ. ഇവിടുത്തെ നേതാക്കന്മാരും ഇവിടുത്തെ അണികളും പറയും, മുട്ടുമടക്കിക്കോ ആമേൻ വരുന്നില്ല, വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ആമേൻ. ഞാൻ ഇന്ന് വരെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. കർത്താവേ സമൃദ്ധിയിൽ ഇരിക്കാനോ ആമേൻ അതെ ദരിദ്രത്തിൽ ഇരിക്കുവാനോ ആമേൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് വരെയും എന്റെ ദൈവം കൂട്ടുകാരിൽ പരമായി അതെ ക്ഷേമമായി പോറ്റുന്ന അതെ ദൈവം എന്റെയും ദൈവമെന്ന് അനുഭവിക്കുവാൻ, രുചിച്ചറിയുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ എന്ത് ചെയ്തിട്ട് പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിന്നെ അടിമയാക്കി നിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി നിന്നെ കൊണ്ട് ജീവിക്കുന്ന കുറെ പേരുണ്ടെന്ന്. ഹല്ലേലൂയ. കാളയെ പോലെ നീ പണിയെടുക്കണം. ആമേൻ. അത് വാടക കൊടുക്കാൻ പോലും തികച്ചു തരാതെ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന യജമാനന്മാരെ വിട്ടിട്ട് നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ ആമേൻ ബലമുള്ള കൈക്കീഴിൽ താഴിരിക്കുവാൻ സമർപ്പണമുള്ളവരെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി നിങ്ങളുടെ പ്രയത്നം അതെ കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് ആമേൻ തിരിച്ചറിഞ്ഞ് ആമേൻ അതെ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും അതെ പ്രത്യാശ അതെ ഉളവാക്കുന്ന ജീവന്റെ വചനം എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. ആമേൻ. എങ്ങനെ? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. ആമേൻ. പൂർണ്ണ വിനയത്തോടെ. നേതാവാണോ? വിനയം വേണോന്ന്. ഞാൻ വലിയ നേതാവാണെന്നും പറഞ്ഞ് ആമേൻ ഫറവോൻ നടന്നില്ലേ? ആമേൻ ചെങ്കടലിൽ മുങ്ങിപ്പോയെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ നേതാവായി ആമേൻ നടന്ന മോശയുടെ മുമ്പിൽ പിറുപിറു
പിറുപിറുത്ത ആമേൻ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാനുള്ള ആ ക്ഷമ അവനുണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. അവന് വിനയമുണ്ടായിരുന്നെന്ന് വചനം പറയുന്നു. പൂർണ്ണ വിനയത്തോടെ, ഹല്ലേലൂയ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ. എന്ത് ക്ഷമയാ? ദീർഘക്ഷമ. നേതാവാണോ? നിനക്ക് ക്ഷമ വേണം. ഹല്ലേലൂയ. എന്റെ കർത്താവ്, ഹല്ലേലൂയ, എന്നെ നിന്നെയും നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു, കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയുക. ഇല്ല കർത്താവേ, ഒരിക്കലും അത് സംഭവിക്കത്തില്ല. പക്ഷേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആമേൻ കാര്യങ്ങൾ എന്തായി? റെഡിയായി അല്ലേ? ആമേൻ. കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം തള്ളി പറഞ്ഞ പത്രോസ്, ഹല്ലേലൂയ, ആമേൻ, അരുമനാഥൻ അവനോട് ക്ഷമിച്ചെന്ന്. ഹല്ലേലൂയ. സ്നേഹിത, നീ ഒരു നേതാവാണോ? നീ ഒരു അഭിഷക്തനാണോ? ഹല്ലേലൂയ. അഭിഷേകം അടിച്ചിരുത്താനുള്ളതല്ല. വചനം പറയുന്നു, പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ കൂടെ നടക്കുകയും. ആമേൻ. എന്തുവാ? കൂടെ നടക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. വചനമുണ്ടല്ലോ, മൂർഖന്മാർക്കും കീഴടങ്ങണമെന്ന്. എടോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ എങ്ങനെയാ മൂർഖനാകുന്നത്? ഹല്ലേലൂയ. അതെ, മൂർഖനായിരുന്ന ശൗല് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായപ്പോ അവന് വിനയമുണ്ടായിരുന്നു, അവന് സൗമ്യതയുണ്ടായിരുന്നു, അവന് ദീർഘക്ഷമയുണ്ടായിരുന്നു, അവൻ കൂടെ നടക്കുമായിരുന്നു, അവൻ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുമായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ അവൻ ശ്രമിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആകയാ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എന്താ അത്യാഗ്രഹം? പോരെന്നേ, ഇനിയും വേണം. ഈ വർഷം ടാർഗറ്റ് എത്രയാ? സെന്ററിന് 50 സഭ. അത്യാഗ്രഹം. നിന്നെ ഏൽപ്പിച്ചത് ആമേൻ ഒന്നേയുള്ളോ, ആ ഒന്നിനെ നിലനിർത്താനുള്ള ആമേൻ സൗമ്യത പ്രാപിക്കും. ഹല്ലേലൂയ. ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് ആമേൻ വിനയവുമില്ലാതെ, സൗമ്യതയുമില്ലാതെ, ദീർഘക്ഷമയില്ലാതെ നടന്ന്, ഹല്ലേലൂയ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാതെ അതിരും വരമ്പും സൃഷ്ടിച്ച് അണികളെ കണ്ണുനീരിലും ദുഃഖത്തിലും ആക്കുന്ന പരിപാടിയല്ല സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്. ആമേൻ. ഐക്യതയോടെ ഒരുമനപ്പെട്ട്, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഹല്ലേലൂയ, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. സ്ട്രോങ് ആകുക. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾക്ക് ആമേൻ നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമായത് സുവിശേഷമാണ്. ഹല്ലേലൂയ. സുവിശേഷം എന്നാൽ ഗുഡ് ന്യൂസ്. എന്താ ഗുഡ് ന്യൂസ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉണർന്നിരിപ്പി, വിശ്വാസത്തിൽ നിലനിൽപ്പി. ഏത് വിശ്വാസത്തിൽ? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. പുരുഷത്വം കാണിപ്പി, ശക്തിപ്പെടുവി. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും. ഹല്ലേലൂയ. ആമേൻ. ഞാനും ഏറിയ കാലം ചിന്തിച്ചത്, ആരൊക്കെ കാരണമാണ് ഞാൻ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കാൻ ഇടയായതെന്ന്. തെറ്റുപറ്റി. ആമേൻ. എന്നെ ഉപയോഗിക്കാം, നിങ്ങളെ ഉപയോഗിക്കാം. ഹല്ലേലൂയ. പൈപ്പിലൂടെ വെള്ളം വരുന്നത് പോലെ ആമേൻ നമ്മളെ ഉപയോഗിക്കാം. പക്ഷേ പരമപ്രധാനമായ ആമേൻ അതേ കാര്യം എന്താണെന്ന് തിരിച്ചറിയണം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം, അവനെ വിശ്വസിച്ചത് മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചത് കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും ഉപയോഗിച്ചേക്കാൻ ട്രാക്ടർ കൊണ്ട് തരാൻ, ആരെങ്കിലും
ആരെയെങ്കിലും ഉപയോഗിച്ചേക്കാം പ്രസംഗിച്ച് കേൾപ്പിക്കാം, ആരെയെങ്കിലും ഉപയോഗിച്ചേക്കാം. പക്ഷെ അവരൊന്നുമല്ല ആമേൻ വിഷയം. ഈ കൃപയിലേക്ക് ആമേൻ വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നിമിത്തമാണ്. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇന്ന് രാത്രി പ്രശംസിക്കുവാൻ വകയുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ സ്ട്രോങ് ആകേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലായിരിക്കണം, ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലായിരിക്കണം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉറയ്ക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെയുള്ള സെറ്റപ്പിലാകരുത്, ഇവിടെയുള്ള നേതാക്കന്മാരിലാകരുത്. ഈ കഴിഞ്ഞ ദിവസം ആമേൻ ഒരു പ്രാർത്ഥന റിക്വസ്റ്റുമായിട്ട് വിളിച്ച ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, ആമേൻ ലോകത്തിൽ ആമേൻ ഞങ്ങൾ ആമേൻ വിശ്വസിക്കുന്ന ആമേൻ ഒരാളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചു, ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മരിച്ചു കഴിയുമ്പോഴല്ലേ അപ്പൊ പിന്നെ ചിന്തിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിലെന്ത് ചെയ്യുക? ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് ആരെ ഉപയോഗിക്കാം ഈ സന്ദേശം നിന്നിൽ എത്തിക്കാൻ? പക്ഷെ നീ കേൾക്കുന്ന സന്ദേശം ക്രിസ്തുവിനെ കുറിച്ചാണ്. അവനിൽ നീ വിശ്വസിച്ച് ഉറപ്പും ധൈര്യവും ഉള്ളവനായി ആമേൻ ബലപ്പെടണം. ഒരു പക്ഷേ ഈ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ അടുത്ത സെക്കൻഡിൽ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റാതെ കുഴഞ്ഞു വീണ് ആമേൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചേക്കാം. പക്ഷേ ഹല്ലേലൂയ, കേൾക്കുന്ന വചനം ആമേൻ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ശേഷം ജീവിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ സ്ട്രോങ് ആയി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു ക്രിസ്തുവിലായിരിക്കണം അത് ഉറയ്ക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, അല്ലാതെ എന്നിലല്ല. ഹല്ലേലൂയ. എന്നിലാകുന്നുവെങ്കിൽ, എനിക്കാണ് പ്രാധാന്യമെങ്കിൽ ഞാൻ തീരുമ്പോൾ നിങ്ങൾ ആമേൻ അതെ പതറുവാൻ തുടങ്ങും, നിങ്ങൾ കുലുങ്ങുവാൻ തുടങ്ങും. ഇന്ന് രാത്രി ആമേൻ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ഉയർത്തുന്ന എന്റെ യേശുവിൽ ഉറയ്ക്കുവാൻ തയ്യാറാകുക, എന്റെ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ആൾബലം കൊണ്ട് പറ്റത്തില്ല, സംഘടന ബലം കൊണ്ട് പറ്റത്തില്ല, ആമേൻ ബാങ്ക് ബാലൻസ് കൊണ്ട് പറ്റത്തില്ല. കാലം തെളിയിച്ചു. ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്ക് ആമേൻ ഒക്കത്തില്ലെന്ന് കാലം തെളിയിച്ചെന്ന് ഇല്ലേ? കൊറോണ വന്നപ്പോ പൂട്ടിയിട്ടില്ലേ? പൂട്ടിയിടേണ്ടി വന്നില്ലേ? ലേവ്യ പുസ്തകം 26, 25, 26 വായിക്കുമ്പോ, നിങ്ങൾ പട്ടണത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ മഹാമാരി അയക്കും. എന്തുകൊണ്ടാ? നിയമത്തിന്റെ പ്രതികാരമായ വാൾ. ദൈവം നിയമം തന്നു. ആർക്കാ തന്നെ? തന്റെ മക്കൾക്ക്. അത് ലംഘിക്കുന്നത് കൊണ്ട് ഒന്നാണ്, ഒരപ്പത്തിന്റെ അംശയാണ്, ഒരു ശരീരമാണ്. പലരായ ആമേൻ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ആമേൻ അതിനെക്കുറിച്ചൊക്കെ സ്ട്രോങ് ആയി പ്രസംഗിക്കുന്നേ. എന്തോ ചന്തമായി അത് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കും. പക്ഷെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവനും ഹല്ലേലൂയ, ആമേൻ. അതെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇരുപക്ഷത്തെയും ഒന്നാക്കിയ ആ ക്രൂശിൽ യാഗമായി തീർന്ന ആ ക്രിസ്തു നിമിത്തം ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ, നിത്യജീവൻ അവകാശിയായി മാറിയവർ, ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ സന്തോഷമുള്ളവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ്ഗങ്ങളിലെ ദുഷ്ടാത്മാ സേനകളോടും അത്രേ. പക്ഷെ ഇന്ന് പോരാട്ടം ആരോടാ? അതിരും വരമ്പും അല്ലേ? സ്റ്റേറ്റും ഡിവിഷനും മത്സരം ആവിചാര ദോഷം പോലെ. ഇവിടെ അങ്ങനൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് എടുത്ത് കളഞ്ഞൂടെ? ഹല്ലേലൂയ. അണികൾ ആമേൻ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇറ്റുകൊടുത്ത് വളർത്തരുതേ, പോയിരുന്ന് വളർത്തരുതേ.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. ഹല്ലേലൂയ. എന്തെടുക്കാനാ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമീപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പി. എന്തുവാ വിശ്വാസം? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ചുമ്മാതെ ആമേൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നേ. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന മാസം ആമേൻ ആകുമ്പത്തേക്ക് ആമേൻ ഏറ്റവും എടുത്തോണ്ട് പോവുക, വിശ്വാസത്താൽ ഇട്ട് നോക്കുക. ചുമ്മാതല്ലേ മാസാമാസം റിപ്പോർട്ട് കൊടുത്തിട്ട് സപ്പോർട്ട് മേടിക്കുന്നവൻ ആമേൻ ഏറ്റവും ഇട്ടിട്ട് വലിച്ചിട്ട് പറയാ വിശ്വാസത്താലാണ്. ട്രസ്റ്റ് ഉണ്ടാക്കി, ലേബലും ഉണ്ടാക്കി, ആമേൻ ഫണ്ട് ഉണ്ടാക്കി, ആമേൻ ബിസിനസ് നടത്തുന്ന ആമേൻ ഈ ലോകത്തിന്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്, വിശ്വാസത്താ. ആമേൻ. അതെ, എന്റെ ആമേൻ വൃദ്ധൻ, എന്റെ മകൻ ആമേൻ വിശ്വാസത്താൽ ജീവിക്കണം. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു പക്ഷേ ആമേൻ കമന്റ് ഒരുപാട് വരുന്നുണ്ടാകാം. ഒരു പക്ഷേ ആമേൻ അതെ പിന്മാറിപ്പോയേക്കാം, ലെഫ്റ്റ് ആയി പോയേക്കാം. ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കണ്ടോ, പണം അധികം ഉണ്ടോ, ധനവാനാണോ, നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. ഹല്ലേലൂയ. കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് പ്രകൃതിക്ഷോഭമുണ്ടായാലും ദൈവവൈതലെ, നീ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവവൈതനാണെങ്കിൽ നീ നിരംപരിചയാകുവാൻ, നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റാലും അടുക്കളയിൽ പോയാലും ആമേൻ എവിടെ പോയാലും ദൈവത്തെ മുമ്പിൽ വെക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവവചനത്തിന് ഹിതമല്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. ഹല്ലേലൂയ. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ മിടുക്കല്ലെന്ന്, എന്റെ കഴിവല്ലെന്ന്, എന്റെ പ്രാപ്തിയല്ലെന്ന്, എന്റെ അപ്പൻ അപ്പൂപ്പന്മാർ ഉണ്ടാക്കിയിട്ട സമ്പത്തിന്റെ വലിപ്പമല്ലെന്ന് ഇന്ന് രാത്രിയിലും ഞാൻ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിട്ട് എന്നെ നിൽക്കുമാറാക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. എന്നോടുള്ള അവന്റെ കൃപ വ്യക്തമായതുമല്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഹല്ലേലൂയ. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനും ആയ ആ ദാസൻ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, അവന്റെ ദാസീദാസന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ യജമാനൻ വരുമ്പോൾ ഹല്ലേലൂയ അതെ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ആ ദാസൻ ഹല്ലേലൂയ ഭാഗ്യവാനായി ജീവിക്കുവാനിടയായി തീരുന്നത് പോലെ ഹല്ലേലൂയ അവിടെ ഭാഗ്യകരമായ ഒരു ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഉയരത്തിലെ കൃപയും ശക്തിയും അഭിഷേകവും പ്രാപിച്ച് ആമേൻ ജീവിക്കുവാൻ തക്കോണം ഇടയാകണം. ഹല്ലേലൂയ ആമേൻ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിൽ നിന്ന് സമീപിച്ചിരിക്കുകയാണ്.
ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാൽ അവനൊരു ഉപമയും കൂടെ അവരോട് പറഞ്ഞു. പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നുള്ളവൻ കൊണ്ട് കുഴിച്ചിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉള്ളവനെടുത്ത് കൊടുക്കുക. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? പ്രാർത്ഥിച്ചോ. ആരാധിക്കാൻ മനസ്സുണ്ടോ? ആരാധിച്ചോ. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എന്നെ നിങ്ങൾ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണമിടയായി. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലമുക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു കാണാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആമേൻ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ. അതെ, ആ മഹാ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കർത്താവ് മടങ്ങി വരുവാൻ സമയം ആഗതമായി. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഏതുതരം പ്രവൃത്തിയും വെറുതെ അല്ലെന്ന് ആമേൻ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ നിർദ്ദേശപ്രകാരം ആമേൻ നാം കർത്താവിന്റെ ശക്തി പ്രാപിച്ച് ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ ഇന്ന് രാത്രി ആരോഗ്യം, വിദ്യാഭ്യാസം, ആമേൻ രാഷ്ട്രീയം, അല്ലെങ്കിൽ കുടുംബം, അല്ലെങ്കിൽ സഭ, മനുഷ്യ ജീവിതം, ആമേൻ എന്റെ നിങ്ങളുടെ ആത്മാവ്, ശരീരം തുടങ്ങിയ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. എന്റെ കുടുംബത്തിൽ, എന്റെ വിദ്യാഭ്യാസത്തിൽ, എന്റെ ആരോഗ്യത്തിൽ, എന്റെ സഭയിൽ, എന്റെ തലമുറയിൽ, എന്റെ കൂടപ്പറപ്പിൽ എന്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം നിറവേറണമേ. ഇന്ന് രാത്രി എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് ചിലരെ ദൈവം ഈ നിലകളിൽ എന്ത് ചെയ്യാണ്? ആക്കി വെച്ചിരിക്കുകയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്താലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന വ്യക്തി അത് ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയിൽ വ്യാപൃതമാകണമെന്നല്ല ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. ജോലി വിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നവൻ ആമേൻ അതിൽ വ്യാപൃതരാകുക അല്ല, ജോലിയോടൊപ്പം ഹല്ലേലൂയ കർത്താവിന്റെ പ്രവർത്തിച്ച് ആമേൻ ചെയ്യുവാൻ തയ്യാറാകുക. സ്വർഗത്തിൽ ആമേൻ നിധികൾ ആമേൻ വളരെയാണ്, പ്രതിഫലം വളരെയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേലയുമായി വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, കൂട്ടുകാരോട് ആമേൻ കുടുംബക്കാരോട് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ മടി കാണിക്കരുത്. അതിൽ വർദ്ധിച്ചു വരിക, അതിന് പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ആമേൻ. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു.